യൂട്യൂബിൽ സ്ഥിരമായിട്ട് ലൈവ് വീഡിയോ ഇടുന്ന ആളുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കിട്ടൂല എന്ന് പറഞ്ഞാൽ പലരും എന്നോട് തർക്കിക്കാൻ വരും. കാരണം ലൈവ് ഇട്ട് മോണിറ്റൈസേഷൻ ആയ ഒരുപാട് ആളുകൾ നമുക്കറിയുന്നവരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും കിട്ടൂല എന്നല്ല, ആർക്കൊക്കെ കിട്ടൂല അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അവരുടെ ചാനൽ നോക്കിയുള്ള എക്സ്പീരിയൻസിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാൻ കണ്ട ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനലിൽ ലൈവ് ഇടുന്ന ആളുകൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വാച്ച് അവർ കൂട്ടി എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു രീതിയോട് ഞാൻ യോജിക്കാത്ത ഒരാളാണ്. അന്നും ഇന്നും എനിക്കിപ്പോഴും യോജിപ്പില്ല. വാച്ച് അവർ കൂട്ടാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കോപ്രായം കാണിച്ച് എന്ന് പറയാൻ കാരണം, അങ്ങനെ കോപ്രായം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടതുകൊണ്ട് പറഞ്ഞാണ്, മറ്റാർക്കും ഫീൽ ചെയ്യേണ്ട. അങ്ങനെയൊക്കെ ലൈവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ കേരളക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ഒക്കെ പറയാമല്ലോ. അപ്പോൾ പൊറോട്ടയും ബീഫും എന്ന് പറയുമ്പോൾ നമ്മൾ പൊറോട്ട മാത്രമായാലും നമുക്ക് തിന്നാൻ പറ്റില്ല, ബീഫ് മാത്രമായാലും തിന്നാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല. ഇതേപോലെ യൂട്യൂബിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് വരണം. ഒന്ന് പൈസയും ഫെയിമും ഒരുമിച്ച് വരണം. ഈ രണ്ടും ഒരുമിച്ച് വന്നാലാണ് യൂട്യൂബിൽ നമുക്കൊരു ആ സക്സസ്സിന് ഒരു പൊറോട്ടയും ബീഫ് പോലെ ഒരു സംഭവം വരിക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഫെയിം മണി രണ്ടും വേണം. പക്ഷേ പലരുടെയും ഒരു തീരുമാനം എന്താ അറിയും, നമുക്ക് ഫെയിമൊന്നും വേണമെന്നൊന്നുമില്ല, എങ്ങനെയും കുറച്ച് പൈസ കിട്ടിയാൽ മതി എന്നാണ്. പക്ഷേ നിങ്ങളത് പിന്നീട് മാറും. അപ്പോൾ ലൈവ് ഇട്ടിട്ട് ഈ വാച്ച് അവർ കൂട്ടുന്നത് ഇതുപോലെയാണ്. അതായത് ഫെയിമൊന്നും ഉണ്ടാവില്ല. അവരെന്തെങ്കിലുമൊക്കെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് കുറേ ആൾക്കാർ കാണാൻ വരും, അതിലൂടെ വാച്ച് അവർ കംപ്ലീറ്റ് ആകും. പക്ഷേ നിങ്ങൾ ഈ ലൈവിലൂടെ കംപ്ലീറ്റ് ആക്കിയ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയതിന് പിന്നീട് മോണിറ്റൈസേഷന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഒരു ഓഡിയൻസ് ബിൽഡായിട്ടില്ല, നിങ്ങളുടേതായ കോണ്ടൻറ്റ് കാണാനുള്ള ഓഡിയൻസ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ ലൈവ് ഇട്ട് എന്തെങ്കിലും കാണിച്ചാൽ ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും. ആ രീതിയിലാണ് നിങ്ങൾ പോവുക. അത് തീർത്തും ഒരു ശരിയല്ലാത്ത രീതിയാണ്. കാരണം നിങ്ങൾക്കൊരു ലോങ് ടൈം സക്സസ്സിന് അത് തരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്താണ് ഈ പ്രശ്നം വരുന്നത്? അത് പറഞ്ഞല്ലോ. പ്രശ്നം വരുന്നത് ഈ ലൈവ് ഇടുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലൈവിന് തമ്പനെയിൽ വരുന്നതാണ്. തമ്പനെയിൽസ് വരുന്നതെന്ന് നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ആ ഒരു യൂട്യൂബ് തരുന്ന ഒരു തമ്പനെയിലുണ്ട്. അതായത് സെൻട്രൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വന്നിട്ടുള്ള ഒരു തമ്പനെയിൽ. ഇത് തന്നെയാണ് എല്ലാവരും തുടർച്ചയായിട്ട് ഇടുന്നത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഇട്ട്, അതുപോലെ ടൈറ്റിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇട്ടിട്ട് കുറേ ആൾക്കാരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് റിജക്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ആക്കിയ ശേഷമാണ്, അല്ലെങ്കിൽ മാറ്റിയ ശേഷമാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ പറയും നമ്മൾ മോണിറ്റൈസേഷൻ ആയ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, മോണിറ്റൈസേഷൻ ആയവരുടെയും ചാനൽ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട് ഇതേ പ്രശ്നം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയൊരു സംഭവം ലൈവിന് പിന്നിലുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരൊക്കെ പലരും ലൈവ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ആ ട്രാക്കിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പിന്നെ വെറുതെ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻ ഇഷ്യൂസാണ്. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂസൊക്കെ ആയിട്ടുള്ള ഈ ലൈവിൽ വരുന്ന പ്രശ്നമാണ്. കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ലൈവിലുണ്ട്. അത് ഒരു 13 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ഒറ്റയ്ക്ക് കാണിക്കരുത്. നമുക്ക് ആരെങ്കിലും നിന്നിട്ടൊക്കെ കാണിക്കാൻ കുഴപ്പമില്ല. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ലൈവുകൾ ഇട്ട് വെച്ചിട്ട് പോകുന്ന പലർക്കും വീട്ടിൽ കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടമ്മമാരാണ് ഇതിൻ്റെ പിന്നാലെ കുറേ പോകുന്നത്. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ട്, എന്ത് ചെയ്യും, കുട്ടികൾ ഓടി വന്നിട്ട് തല കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അവർക്കിതൊന്നും അറിയില്ലല്ലോ. അവർ വെറുതെ ഈ ക്യാമറ കാണുമ്പോൾ വന്നിട്ട് തല കാണിച്ചിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വന്നിട്ട് കുട്ടികളിങ്ങനെ കുറേ സമയം, അപ്പോൾ അങ്ങനെ അവർ മാത്രം അപ്പിയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗൈഡ് ലൈൻ ഇഷ്യൂ വരും. ഒന്നുകിൽ അവർ വാണിംഗ് തരും, ഇല്ലെങ്കിൽ സ്ട്രൈക്ക് തരും. അപ്പോൾ വാണിംഗ് തന്നാൽ ഒരു 7 ദിവസത്തേക്കൊക്കെ ബ്ലോക്കായിട്ട് അവിടെ കിടക്കും. സ്ട്രൈക്ക് വന്നാൽ അറിയാലോ, സ്ട്രൈക്ക് വന്നാൽ അവർ പിന്നെ 90 ദിവസത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ആ സ്ട്രൈക്ക് അവിടെ കിടക്കും. അപ്പോൾ അതുപോലെ 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ ഡിലീറ്റ് ആയിട്ട് പോകും. അങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പുതിയ റൂള്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലൈവിൻ്റെ പ്രശ്നം. പക്ഷേ ലൈവ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ലൈവ് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവിലൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യുന്നത് കാണിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സീക്രട്ട് റിസൈപ്പ് ആണെങ്കിൽ അങ്ങനെ കാണിക്കാം. അങ്ങനെയൊക്കെ നേരത്തെ മുൻകൂട്ടി കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുക, എൻ്റെ ലൈവ് വരുന്നുണ്ട്, ഇന്ന സാധനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വാല്യൂ ഉള്ള ഒരു സാധനം നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ലൈവിനും ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ടൊരു സ്റ്റോറി
പറയുന്ന ചാനലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റോറി പറയുന്ന ആരാണ് എന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അവരെ കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇന്ന ദിവസം നമുക്ക് നേരിട്ട് സംസാരിക്കാം, ഞാൻ ഇത് ലൈവിൽ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവിടെ നമ്മളോട് സംസാരിക്കാൻ, നമ്മുടെ എക്സ്പീരിയൻസസ് ചോദിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിം തരുന്ന ലൈവ്. അപ്പം അങ്ങനെയുള്ള ലൈവുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേ വാച്ച് അവർ കൂട്ടേണ്ട ലൈവ് നിങ്ങൾ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഈ വാല്യൂ കിട്ടുന്ന സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലേ നമുക്ക് ഫെയിം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാലാകാലം ലൈവിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പൈസ കൂട്ടുന്ന പരിപാടിയിലേക്ക് പോകും. പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ഉണ്ട്, എൻ്റെ ലൈവിൽ ഇപ്പോൾ ആരും വരുന്നില്ല, 5 or 6 വ്യൂസ് മാത്രമേ ഉള്ളൂ, 10 വ്യൂസ് മാത്രമേ ഉള്ളൂ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത്. അതിൻ്റെ കാരണം തന്നെയാണ്, കാരണം യൂട്യൂബിനും മനസ്സിലാവും ഇതിൽ വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, ഇങ്ങനെ വന്നിരിക്കുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം പതുക്കെ എന്ത് ചെയ്യും, ആ ലൈവിനുള്ള നമുക്കുള്ള ഒരു അവസരം കൂടി അത് ഇല്ലാതാക്കും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, യൂട്യൂബിലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ സബ് കൂടുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഗ്രാജ്വലി ഇതിൽ വന്നല്ലേ ഉള്ളൂ, ഗ്രാജ്വലി അത് കൂടി വരും. അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിങ്ങൾ ചെയ്യുന്ന രീതി തീർത്തും തെറ്റായ രീതിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാവുക. അതൊരു കമ്പനിയിൽ മാറ്റിയിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവർ ചെയ്യുന്ന കമ്പനിയിൽ കൊള്ളില്ല, അല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അത് മാറ്റിയപ്പോൾ ശരിയായി. അതായത് പഞ്ചറായ ഒരു വണ്ടി നിങ്ങൾ ഓടിച്ചു പോയാൽ എത്ര കാലം നിങ്ങൾക്ക് ഓടിച്ചു പോകാൻ പറ്റും? ഒരു നിശ്ചിത ദൂരമുണ്ട്, അവിടെ പോയി നിൽക്കും. അതേപോലെയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, സിമ്പിളി ഒരു 10 രൂപ കൊടുത്താൽ കാറ്റടിച്ച്, അല്ലെങ്കിൽ പഞ്ചർ ആണെങ്കിൽ പഞ്ചർ മാറ്റാൻ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങ് ക്ലിയറായി കിട്ടും. പിന്നീട് നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.